വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം 5 പേരെ കൊന്ന അഫാൻ. 6 പേരെ ലക്ഷ്യമിട്ട്, 6 അല്ല കേട്ടോ, ലിസ്റ്റിൽ പിന്നെ ഉണ്ടായിരുന്നു ഒരുപാട് പേര്. അതിൽ 6ാമത് ഒരാൾ ഉമ്മ മരിച്ചില്ല, ബാക്കി എല്ലാവരെയും തട്ടി. കമ്പിയായിരുന്നു ഉപയോഗിക്കാതിരുന്നത്. അപ്പം കമ്പിയും കൊണ്ട് നടന്നിങ്ങനെ ഇടിച്ചിടിച്ച് പോകുമ്പോൾ എല്ലാവരും കാണൂലേ, അതുകൊണ്ട് അഫാൻ എന്തോ ഇത് ഒരു ബാഗ് വാങ്ങിച്ചിട്ട് ബാഗിനകത്ത് ചുറ്റിയെല്ലും വെച്ച് ഓടി നടന്ന് എല്ലെണ്ണത്തിനെ ചറ പറ എന്നും പറഞ്ഞ് ഒരു 2 മണിക്കൂറൊക്കെ എടുത്തോളൂ എല്ലെണ്ണത്തിനെയും തട്ടി തലയ്ക്കടിച്ച് കൊന്നു. അപ്പം ആ അഫാൻ എന്തോ ഇത് കുറച്ച് നാളുകൊണ്ട് ഇപ്പം സംഭവം നടന്നിട്ട് ഒരു 3 മാസത്തിനകത്ത്, 3 മാസം ആയിട്ടില്ല, ഏകദേശമൊക്കെ ആവാറായൊക്കെ വരുന്നു. അപ്പം അതിനിടയിൽ അഫാൻ ആത്മഹത്യയ്ക്ക് ഒരുപാട് ശ്രമം നടത്തി. അപ്പം ഇത്രയും പേരെ തട്ടിയതല്ലേ. അപ്പം ആദ്യം ഇതെല്ലാവരെയും കൊന്നതിന് ശേഷം ആൾ എലിവിഷം കഴിക്കാതിരിക്കും. എലിവിഷം കഴിച്ചാൽ എലി പോലും ചാവൂല എന്നുള്ളത് പുള്ളിക്കാരനെ അറിഞ്ഞുകൂടായിരിക്കും. മുമ്പും മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാത്തതിന് വീട്ടിൽ ഭീഷണിപ്പെടുത്തിയിട്ട് എലിവിഷം കഴിച്ചെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ പല ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തി പൂജപ്പുര ജയിലിലാണ് ആശാൻ കിടക്കുന്നത്. അപ്പം അവിടെ പ്രത്യേക ഉദ്യോഗസ്ഥരെയൊക്കെ നിയമിച്ച് സെല്ലിൽ തടവുകാരെ വേറൊരാളിനെ കൂടെയൊക്കെ നോക്കാനായിരിക്കും. അങ്ങനെ ഞായറാഴ്ച ദിവസം TV കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അമ്മായിയപ്പൻ്റെ വകയല്ലേ പോയി ഇന്ന് TV കാണാൻ. അതിൽ കല്യാണങ്ങളും കാര്യങ്ങളും എന്തോ ഒരു അവർക്ക് സന്തോഷം കൊടുക്കണ്ടേ, അങ്ങനെ എന്തോ ഇത് TV കാണുന്ന പരിപാടി ഞായറാഴ്ച ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം കണ്ട TV കാണിച്ചിട്ട് അകത്തോട്ട് കയറ്റി 2ാമത്തെ പ്രാവശ്യം TV കാണിക്കാനായിട്ട് കൊണ്ടുപോവാതിരുന്നപ്പോൾ കൂടെ നിന്ന ആ തടവുകാരൻ എന്തോ ഇത് അയാൾ ഫോൺ വിളിക്കണ ആവശ്യമായിട്ട് അങ്ങോട്ട് പോയ നേരത്തിന് എന്തോ ഇത് ഓടി ഇറങ്ങി പോയി ഒരു ലുങ്കി കഴുകിയിട്ടിരുന്നു. അതിനെ എടുത്തുകൊണ്ട് വന്ന് പുള്ളിക്കാരൻ ശുചിമുറിയിൽ തൂങ്ങിയെന്നാണ്. ശുചിമുറിയിലൊക്കെ തൂങ്ങാൻ എങ്ങനെ അവിടെ തൂങ്ങാനുള്ള സംവിധാനങ്ങൾ, ആ ആണിയിൽ തൂങ്ങിയെന്നൊക്കെയാണ് പറയണത്. അമ്മക്കൊന്നും അറിയാൻ വയ്യ എന്താണ് അവിടെ നടന്നതെന്ന്. അപ്പോഴീ മുണ്ടിൽ തൂങ്ങി അപ്പോഴത്തേക്കാണ് ഈ കൂടെ ഉള്ള തടവുകാരൻ വന്നിട്ട് ഞരക്കം കേട്ട് അടന്ന് ഓടി ഇങ്ങനെയൊക്കെ ഞരങ്ങിയെന്ന് പറയണു. അപ്പം ഇങ്ങനെ ഞരക്കവും മൂളലും ഒക്കെ കേട്ടും കൊണ്ട് ശ്വാസം പോകാനുള്ള ഞരക്കം വരുന്ന കേട്ടാ. അപ്പോഴും ഞാൻ ഒന്ന് ചോദിക്കട്ടെ അഫാനെ, നീ ശ്വാസം പോകാൻ നേരത്ത് ഇങ്ങനെയൊക്കെ ആക്കി, അപ്പോഴാ കൊല്ലാൻ നേരത്ത് ഈ 5 എണ്ണത്തിനെ കൊല്ലാൻ നേരത്ത് അതൊക്കെ എന്ത് വേദന സഹിച്ചിട്ടുണ്ട്. ആ ഒരു പെൺകുട്ടി, നീ അത്രയ്ക്ക് സ്നേഹിച്ച ഒരു പെൺകുട്ടി സ്വർണം പണയം വെക്കാൻ തന്ന് അത് തിരിച്ചെടുത്ത് തരാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് നീ അതിനെ തട്ടിയത്. നീ അതിനെ കൊന്നത് അതിക്രൂരമായിട്ട് ആ കസേരയിൽ കൊന്ന് ഇരുത്തിയിരിക്കണ രംഗം, കസേരയിൽ വെച്ചിട്ട് അടിച്ച് തല്ലി തകർത്ത് വികൃത കോലാക്കി കണ്ണൊക്കെ ചൂന്ന് വെളിയിൽ വന്ന് ആ പെൺകുട്ടിയാണെന്ന് പോലും അറിയാൻ വയ്യാത്ത വിധം നീ കൊന്ന്. നിനക്ക് ഇത്രയും ക്രൂരമായിട്ട് കൊല്ലാൻ നിനക്ക് സാധിച്ചെങ്കിൽ നീ ഞരങ്ങേ മൂളയൊക്കെ ചെയ്യണോടാ. നീ ഞരങ്ങണം, നീ മൂളണം, നിനക്ക് വേദന വരുമെന്നറിയട്ട്. എന്നിട്ട് ആ ഇളയ കുട്ടി, ആ പൊന്നുമോന്, അതിന് ഫുഡിനോട് ഭയങ്കര ഇഷ്ടവും. അത് രാവിലെ എങ്ങാണ്ട് എന്തോ ഒരു പൂരിയാ അങ്ങനെ എങ്ങാണ്ട് സ്കൂളിൽ കൊണ്ടുപോയതാണ്. കുട്ടിക്ക് ഫുഡ് പോലും വാങ്ങിക്കാൻ ഈ മാടൻ പൈസ കൊടുത്തയച്ചു. അത് ഹോട്ടലിൽ ചെന്നിന്ന് ഫുഡ് വാങ്ങിക്കണ രംഗം, മന്തി ഓർഡർ ചെയ്ത് അത് കഴിക്കാൻ പോലും നീ സമ്മതിച്ചില്ലല്ലടാ പാക്കര. നീ അതിനെ അടിച്ചു കൊന്നില്ലേ. പിന്നെ നീ ഞരങ്ങണം, നീ ഞരങ്ങയും മൂളയും തന്നെ ചെയ്യണം, നീ അനുഭവിക്കണം. നീ അങ്ങനെയൊന്നും മരിക്കരുത് കേട്ടാ. നീ മരിച്ചാൽ പിന്നെ തീർന്നു, നീ മരിക്കരുത്. നിൻ്റെ അപ്പോഴേ ഇവൻ തൂങ്ങിയതിന് ശേഷം ഈ കൂടെ ഉണ്ടായിരുന്ന അയാൾ കണ്ടുകൊണ്ട് വന്ന് മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ച് അവരെല്ലാവരും കൂടി വന്ന് ഇവനെ അഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിലാണ് കിടക്കുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവന് ഒരു ഒരു ബോധവും ഇല്ല. ഇവൻ്റെ ബോധമെല്ലാം നശിച്ച് ഒരു ഞരമ്പ് അത് അതിൽ ബ്ലഡ് ഓട്ട ഇല്ലാതെയൊക്കെ ആയി. ഞരമ്പിനാണ് കേട്. അപ്പം ഓർമ്മയൊക്കെ പോയി പുള്ളിക്കാരൻ്റെ. അങ്ങനെ ഓർമ്മയൊക്കെ പോയി. വെന്റിലേറ്ററിൽ ICUവിലൊക്കെ ആണെന്ന് പറയുന്നത് ഇതുവരെ. പിന്നെ ഇന്നലെ എങ്ങാണ്ടൊക്കെ കണ്ണുറക്കം അഫാനെ എന്ന് വിളിച്ചപ്പോൾ അഫാൻ
ചെറുതായിട്ടൊന്ന് കണ്ണ് തുറന്നെന്ന് പറയണം. നീ കണ്ണ് തുറക്കണം, നീ ജീവിക്കണം, നീ അങ്ങനെ കിടന്ന് നിൻ്റെ വേദന, നീ ആ വേദന അറിയണം. അല്ല നീ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവൂല. എല്ലാവരും ആഗ്രഹിക്കണത് നീ പതുക്കെ മരിക്കണം, പതുക്കെ കുറേ നാളിങ്ങനെ കിടക്കണം. ഇനി നീ കുറേ നാളിങ്ങനെ കിടന്നിട്ട് നീ ഹോസ്പിറ്റലിലായിരിക്കും. അത് നിൻ്റെ തന്ത്രം വരുന്നതെന്നറിയാമോ? നീ ഹോസ്പിറ്റലിലാണെങ്കിൽ നിനക്ക് ജയിലിനകത്ത് കിടക്കണ്ടല്ലോ, അപ്പോൾ കുറേ നാൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കാം. ഇനിയിപ്പോൾ സർജറിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അവൻ്റെ ഒന്നും രണ്ടും ഒക്കെ ഇപ്പം അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടൊക്കെ ഇരിക്കണം എന്ന് പറയുന്നു. സൽമാ ബീവി എന്ന് പറഞ്ഞ 95 വയസ്സായ ആ കിളവിയ നിൻ്റെ വാപ്പായ നൊന്ത് പ്രസവിച്ച് വളർത്തി ഇത്രയും വലുതാക്കിയിടാം. നിൻ്റെ വാപ്പ ഉള്ളത് കൊണ്ടാണ് നീ ആയത്. അപ്പോൾ ആ ഒരു കിളവിയെ നീ കൊല്ലണമെങ്കിൽ നീ എത്ര, അതുപോലെ നിൻ്റെ വാപ്പാര സഹോദരൻ്റെ വൈഫിനെടാ നീ എത്ര എണ്ണത്തിനെ തട്ടിയടാ ദുഷ്ടപ്പാക്കര, നീ അനുഭവിക്കണം. കുറച്ച് വാക്കമ്മക്കൊന്ന് കേൾക്കാം. ഇങ്ങനെ അകത്ത് കയറിയവനൊക്കെ ഒരു 5-6 വർഷം കഴിയുമ്പോൾ പുറത്തിറങ്ങി വിലസുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് എന്നുള്ളതാണ്. ഈ നന്നങ്കോട് കൂട്ടക്കൊല ചെയ്ത കേതൽ ഒരു ജീവപര്യന്തത്തിൽ ഒതുങ്ങി. ഇവന്മാരെ പോലുള്ള കൊലപാതകികൾക്ക് കൂടിയാൽ ഒരു ജീവപര്യന്തം, അല്ലെങ്കിൽ ഒരു 7 വർഷത്തെ കഠിന തടവ്, ഇതാണ് നമ്മുടെ നിയമം അവർക്ക് നൽകുന്നത് എന്നുള്ളതാണ്. 4-5 വർഷം കഴിയുമ്പോൾ ഇവനൊക്കെ പുറത്തിറങ്ങും. അതുപോലെ തന്നെ ഇവനും 4-5 കൊല്ലം അത്രേ ഉള്ളൂ. യവന് ഇറങ്ങും എന്ന് പറഞ്ഞാൽ യവന് പ്രായപരിധി വെച്ചിട്ട് യവന് ഇളവ് കിട്ടും. 23 വയസ്സല്ലേ ആയുള്ളൂ. ഈ 23 വയസ്സിനിടയിലാണ് യവൻ ചിറ്റിയല്ലുകൊണ്ട് എല്ലെണ്ണത്തിൻ്റെ മണ്ട അടിച്ച് കീറി കൊന്നത്. അപ്പം 6 എണ്ണത്തിനെ കൊല്ലായിരിക്കും ഉമ്മച്ചി രക്ഷപ്പെട്ട്. അപ്പം ഇത് എത്ര എണ്ണത്തിനെ കൊന്നു? എന്തോന്ന് കാര്യത്തിന് അവന് കടബാധ്യത ആര് വരുത്തി വെച്ച്? അവൻ വരുത്തി വെച്ച്. അവനും അവൻ്റെ ഉമ്മച്ചിയും കൂടെ വരുത്തി വെച്ച കട. ആ പാവപ്പെട്ട മനുഷ്യൻ അത് ഒരു വല്ലാത്തൊരു കഷ്ടവും. ആ മനുഷ്യൻ പറയണേ എനിക്ക് അവനെ കാണണ്ട, അവൻ അനുഭവിച്ച് തന്നെ മരിക്കണം. ഇത്രയും എണ്ണത്തിനെ അവൻ തല്ലിക്കൊന്നെങ്കിൽ അവൻ അനുഭവിച്ച് തന്നെ മരിക്കണം എന്നാണ് ആ തന്ത പറയണത്. കൂടിപ്പോയ ഒരു നമ്മളെ കഷായം ഗ്രീഷ്മ ഉണ്ടില്ലേ, അവൾക്കും ഇത് തന്നെ. അവളും 30 എത്ര വയസ്സാകുമ്പോൾ അവളും വെളിയിലിറങ്ങും. അവൾക്കും ഇതേ പ്രായം തന്നെയായിരുന്നു. എല്ലാം കണക്കാണ്. അതുകൊണ്ട് നീ ഈ ഭൂമിയിൽ കിടന്ന് നരകിച്ച് നീ പെട്ടെന്ന് മരിക്കരുത്. നിനക്ക് ജീവൻ വേണം. ഇങ്ങനെ കിടന്ന് ആ 1-2 ഒക്കെ അങ്ങനെ കിടന്ന് അനുഭവിച്ച് നിന്നെ ആ വേദന നീ അറിഞ്ഞ് നീ കുറെ നാളിങ്ങനെ കിടക്കണം. എന്നിട്ട് നീ മരിക്കണം. ഈ അഫാനും ഇറങ്ങുമെന്ന് ദൈവത്തിനും അറിയാമായിരിക്കും. സത്യം. അങ്ങനെ ഇവൻ ആത്മഹത്യ ചെയ്ത് സ്വയം തന്റെ ജീവൻ എടുത്താൽ പെട്ടെന്ന് ദൈവങ്ങൾ പോലും ചെയ്യുന്ന ക്രൂരതയായിരിക്കും കേട്ടോ. പകരം ഇവൻ കൊന്നു തള്ളിയവർ അനുഭവിച്ച അതേ വേദന ഇവൻ ഒരു തരത്തിലുള്ളതെയും അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവനെ പെട്ടെന്ന് മരിക്കാൻ അനുവദിച്ചാൽ അത് ഏറ്റവും ദൈവം അനുവദിക്കൂല പെട്ടെന്ന് മരിക്കാൻ. ഇങ്ങനെ ഉള്ളവന്മാര്, ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യണവന്മാര്, അടിക്കൂടെ വേല നടത്തണവന്മാരെ ഇവിടെ ഈ ഭൂമിയിൽ കിടന്ന് അനുഭവിച്ച് പെട്ടെന്ന് ജീവനെടുക്കല്. പതുക്കെ ഇങ്ങനെ ഓരോ വേദനകളും അനുഭവിച്ച് തന്നെ മരിക്കണം. ബാക്കി കേൾക്കാം. പൂജപ്പുര ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് വലിയ സുരക്ഷാ വീഴ്ചയുടെ തെളിവാണെന്നൊക്കെ പറഞ്ഞ ഇതിനെ അങ്ങ് തള്ളിക്കളയരുത്. UTB ബ്ലോക്കിലെ ശുചിമുറിയിലാണ് ജീവനെടുക്കാൻ ശ്രമിച്ചത്. ഇവ പല ദിവസവും ആത്മഹത്യക്ക് ശ്രമിച്ചു കേട്ടാ. എന്നിട്ട് ഒരു ദിവസം കാണാനില്ല അനാഥം ഇതിൽ പ്രേതം നിൽക്കും കണക്ക്. ഇവന് ഉറങ്ങാൻ കഴിയണില്ല കേട്ടോ. എല്ലാം കൂടെ തലയ്ക്ക് മീതെ അങ്ങനെയല്ലേ അവൻ കൊന്നത്. അവരെല്ലാം കൂടെ തലയ്ക്ക് മീതെ വന്ന് കിടന്ന് ഇവനെ വട്ടാക്കണം. അങ്ങനെ ഒരു ദിവസം 3 മണിയായപ്പോൾ ഇവനില്ല പ്രേതം നിൽക്കും കണക്ക് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കണം. ഇങ്ങനെ വന്ന് നിന്ന് അപ്പോൾ ആ പോലീസ് ഓഫീസർ അവരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. കഷ്ടം. ഈ കാവലിരിക്കണ പോലീസ് ഓഫീസറിനെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ഇവനെ ഈ ദജ്ജാലിനെ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ ഇട്ടിരിക്കണം. പോലീസ് ഓഫീസർ പേടിച്ചു പോയി. അപ്പോൾ ഇങ്ങനെ നിൽക്കണം. ഇവൻ എന്തും ചെയ്യാ ആ കണക്കിന്. UTB എന്നത് പ്രത്യേക ഒരു ബ്ലോക്കാണ്. ഈ മാവോയിസ്റ്റ് തടവുകാരും പ്രശ്നക്കാരുമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഒരു തടവുകാരനെയും കൂടി താമസിപ്പിച്ചിരുന്നു. ഞായറാഴ്ച തടവുകാർക്ക് ഫോൺ ചെയ്യുവാനും TV കാണുവാനും ഒക്കെ അവസരമുണ്ട്. 2 പ്രിസണർ ഓഫീസർമാരും അവിടെ ഉണ്ടായിരുന്നു. കൂടെയുള്ള തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ തക്കത്തിന് ഉണങ്ങാനിട്ടിരുന്ന മുണ്ടെടുത്ത് അഫാൻ ശുചിമുറിയിൽ കയറി. ശുചിമുറിയിലെ ഇരുമ്പ് കമ്പിയിലാണ് തൂങ്ങാൻ ശ്രമിച്ചത്.
ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. നിലവിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അഫാൻ. തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ അളവ് അളവൊക്കെ കുറഞ്ഞു അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇതാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. കൃത്യമായ ആസൂത്രണം ആത്മഹത്യാ ശ്രമത്തിൽ അഫാൻ നടത്തിയെന്ന് ഇതിലൂടെ വ്യക്തവുമാണ്. ഇപ്പോൾ മരണത്തിനും ജീവിതത്തിനും ഇടയിലാണ് അഫാൻ. അല്ലാതെ പോലീസ് ഓഫീസർമാരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസ് ഓഫീസർ പറയണതിന് അവരെ ഡ്യൂട്ടി അവർ ചെയ്യുന്നുണ്ട്. എടാ നീ മരിക്കൂല, നീ ഇങ്ങനെ കിടന്ന് നരകിച്ച് നീ അവസാനം നീ വെള്ളം വലിച്ചേ നീ മരിക്കൂ എന്ന് പറഞ്ഞ കാരണമുണ്ട്. നീ 5 എണ്ണത്തിന് അല്ലേടാ നീ എനിക്ക് ഇവിടെ കല്ലില്ല കേട്ടോ, കല്ലുണ്ടായിരുന്നെങ്കിൽ വെച്ച് ഇടിച്ചനായിരുന്നു. നീ 5 എണ്ണത്തിന് അല്ലേടാ നീ തട്ടിയത്, നിനക്ക് എങ്ങനെ തോന്നിയടാ ദുഷ്ടായി. എന്നിട്ട് പറയണം എനിക്ക് 5 എണ്ണത്തിന് പോരാ, ഇനി എനിക്ക് എൻ്റെ കുഞ്ഞുമായ മോളെ പൈസ കൊടുക്കാത്തതുകൊണ്ട് പിന്നും പോയി ചോദിച്ചവർക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ട് അവരെയൊക്കെ തട്ടണം. പിന്നെ ബാങ്കുകാരെയൊക്കെ അവരൊക്കെ എന്തോന്ന് ചെയ്ത്, എടാ നിനക്ക് ലോണൊക്കെ തന്നതല്ലേ, നിന്നെ ഇങ്ങനെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടില്ലേ, പിന്നെ അവരെയൊക്കെ പേരിൽ കേസായി. എടാ അഫാനെ, നിൻ്റെ വാപ്പാക്ക് പോലും നിന്നെ വേണ്ട, ഇത്രയും ക്രൂരമായിട്ട് കൊന്ന എന്ന് പറഞ്ഞാൽ ആ പാവം തള്ള 95 വയസ്സായ ആ ഉമ്മ കഷ്ടം, അവരെ കൊല്ലണമെങ്കിൽ. അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ, അതുപോലെ ആ കുഞ്ഞനിയന് എല്ലാ എണ്ണത്തിനെ നീ തല്ലിക്കൊന്നിട്ട് എടാ നിനക്കിനി ജീവിക്കാൻ പറ്റൂല, നീ അനുഭവിച്ച് നീ മരിക്കുക തന്നെ ചെയ്യും. നീ അവിടെ നിന്ന് നീ രക്ഷപ്പെടണം. നീ രക്ഷപ്പെട്ടിട്ട് നിൻ്റെ വേദന നീ അറിയണം. ഈ ഭൂമിയിൽ വെച്ച് എന്നെ അറിഞ്ഞ് നീ കുറേ നാൾ ഇങ്ങനെ കിടന്ന് നരയിച്ച് വേണം നീ മരിക്കാൻ. നീ ഓടി നടന്ന് കൊന്നില്ലേ, നീ എല്ലാ എണ്ണത്തിനെ നീ കൊന്നില്ലേ. കടങ്ങൾ 25 ലക്ഷമൊന്നുമല്ല, 48 ലക്ഷം രൂപയുടെ കടം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ആ ഉമ്മ കൂടെ നടന്ന് മോൻ്റെ ഇഷ്ടത്തിന് കടം വാങ്ങിച്ചു കൊടുത്ത്, അത് ശരിയാണ്. ഉമ്മ ഇഷ്ടത്തിന് കടം വാങ്ങിച്ചു കൊടുത്ത് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നീ പെട്ടെന്നൊന്നും മരിക്കാൻ സമ്മതിക്കൂല, നിന്നെ ഡോക്ടർമാർ രക്ഷപ്പെടുത്തിയെടുക്കും. എന്തായാലും നീ മരിക്കരുത്. നീ മരിച്ചാൽ അവിടുത്തെ കഥ കഴിഞ്ഞ്. നീ മരിക്കരുത്. ആ പെൺകുട്ടിക്ക് നീതി കിട്ടണമെങ്കിൽ, ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് നീതി കിട്ടണമെങ്കിൽ നീ മരിക്കല്, നീ ഇങ്ങനെ കിടന്ന് അനുഭവിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ.